നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അതേപോലെ ഈ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഈ പ്രസംഗം വഴി വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് അല്ലേ, റോമ 5:1 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നമുക്ക് യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. യേശുക്രിസ്തു വഴി പിതാവുമായി സമാധാനത്തിലായിരിക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചത് വിശ്വാസത്താലാണ്. ആ സുവിശേഷത്തിൻ്റെ കേൾവിയിൽ നിന്നുണ്ടായ അവിശ്വാസത്താൽ. അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേരാമെന്നുള്ള അപ്രത്യാശ നമ്മിൽ വന്ന് നിറയുന്നു. എങ്ങനെയാണ് ദൈവവുമായി സമാധാനത്തിലാകുന്നത്, അവിടുത്തെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ വ്യക്തമായി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇവിടെ അതിനോടനുബന്ധിച്ച് നമുക്ക് വരുന്ന കഷ്ടതകൾ ഇവിടെ നാം കേട്ടിട്ടുണ്ട്. യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്ന് നമ്മെ അകറ്റാൻ എന്തിനു കഴിയും? ഉയരത്തിനോ ആഴത്തിനോ കഷ്ടതയ്ക്കോ ഒന്നിനും കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. ഈ കഷ്ടതകളിൽ പോലും നാം അഭിമാനിക്കണം. അതായത് നമ്മൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വന്നു, മഹത്വത്തിലെ പ്രത്യാശ നമുക്കുണ്ടായി. നമുക്കിനി കഷ്ടത വരുമ്പോൾ ഇതിൽ നിന്ന് അകന്നു പോകില്ല. നമ്മൾ ആ കഷ്ടതകളിൽ പോലും അഭിമാനിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് കഷ്ടത വരട്ടെ എന്നല്ല, ആ കഷ്ടത നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റാനായിട്ട് വരുമ്പോൾ നമ്മൾ ആ കഷ്ടതയിൽ അഭിമാനിച്ച് കഷ്ടതയിൽ നിന്ന് നമുക്ക് ഒരു സഹനശീലമുണ്ടാകും. ആ കഷ്ടതകളെ അതിജീവിക്കുമ്പോൾ ആ സഹനശീലം വഴി നാം ആത്മധൈര്യമുള്ളവരാകും. ഈ ആത്മധൈര്യം നമ്മെ പ്രത്യാശ ഉളവാക്കുന്നു. ഈ പ്രത്യാശയിൽ നാം സ്ഥിരതയോടെ നിൽക്കും. ആ ദൈവത്തിൻ്റെ മഹത്വത്തോടൊപ്പം പങ്കുചേരാം. ആ ദൈവത്തിൻ്റെ പുത്രൻ്റെ സഹവാസത്തിലേക്ക്, ആ യേശു ക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നാം ചേർക്കപ്പെടുന്നു എന്നുള്ള ആ പ്രത്യാശ നമ്മിൽ ഉറപ്പിക്കപ്പെടും. അത് അവിശ്വാസത്താൽ നമ്മിൽ ഉറപ്പിക്കപ്പെടുകയാണ്. ഇപ്രകാരം ഈ പ്രത്യാശ ഒരുവനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരിക്കലും നിരാശനാവുകയില്ല. കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് വഴി ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടും, അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ ദൈവവുമായി സ്നേഹബന്ധത്തിലാവുന്നു, സമാധാനത്തിലാവുന്നു. അതുകൊണ്ടാണ് ഈ കർത്താവിൽ നമുക്ക് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനും കഴിയുന്നത്. ദൈവത്തിൻ്റെ ഈ സ്നേഹം എങ്ങനെയാണ് പ്രകടമായത്? അതായത് നാം പാപികളായിരിക്കെ, അതായത് നാം ബലഹീനരായിരിക്കെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു, അല്ലേ? നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അങ്ങനെയാണ് നമ്മളിൽ ഈ സ്നേഹം നമുക്ക് പ്രകടമാകുന്നത്, അല്ലേ? അപ്പോൾ ആ ദൈവത്തിൻ്റെ നമ്മൾ ആ ദൈവവുമായി രമ്യതപ്പെട്ടു, അല്ലേ? നാം ശത്രുക്കളായിരുന്നപ്പോഴാണ് ഈ ദൈവവുമായിട്ട് രമ്യതപ്പെടുന്നത്. നാം ദൈവമില്ലാത്തവരായിരുന്നു, അന്തരീക്ഷ ശക്തികളെ മറ്റ് യേശുക്രിസ്തുവിൽ വിശ്വാസമില്ലാത്തവരായിരുന്നു നമ്മളെ ആ ദൈവം. അപ്പോൾ നമ്മൾ ശത്രുക്കളായിരുന്നു, അല്ലേ? ആ സമയത്ത് നമ്മളെ ദൈവം പിതാവ് ആ പുത്രൻ്റെ മരണത്താൽ നമ്മളുമായി രമ്യതപ്പെടുകയാണ്, അല്ലേ? അപ്പോൾ ആ ദൈവം രമ്യതപ്പെടുത്തിയത് നമ്മൾ ആ പുത്രൻ വഴി ജീവനിലേക്ക് ഉയരുമെന്നുള്ളത് തീർച്ചയാണ്. ഈ മരണത്തിൽ നാം വിശ്വസിച്ച് അവനുമായി രമ്യതപ്പെട്ട് നാം നിത്യജീവനിലേക്ക്, ഇത് തീർച്ചയാണ്. അത് വിശ്വാസത്താൽ ഇത് തീർച്ചയാണ്, അല്ലേ? ആ യേശുക്രിസ്തു വഴി ആ ദൈവവുമായി രമ്യതപ്പെട്ടു, അല്ലേ? അത് ഇപ്രകാരമാണ്. ഇതെല്ലാം വിശ്വാസത്താലാണ്. നാം ബലഹീനരായിരിക്കെ, നാം പാപികളായിരിക്കുക, അല്ലേ? അവിടെ ഒന്നും നമ്മളുടെ ഒരു പ്രവൃത്തിയും അവിടെ ഇല്ല. നമ്മൾ, അല്ലേ, ഈ വചനങ്ങൾ ഇതെല്ലാം വിശ്വസിക്കുന്നതിലൂടെയാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ യേശുക്രിസ്തുവിൽ അഭിമാനിക്കുന്നു, അല്ലേ? അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുണം. നമുക്കറിയാം, ആദം എന്ന ഒരു മനുഷ്യൻ മൂലം പാപം ലോകത്തിൽ പ്രവേശിച്ചു, അല്ലേ? അപ്പോൾ ഈ പാപം മനുഷ്യൻ്റെ മേൽ ഭരണം നടത്തി, അല്ലേ? ആധിപത്യം, മരണം. ഈ നിയമം നൽകപ്പെടുന്നത് മോശയുടെ കാലം മുതലാണ്. അപ്പോൾ ഈ മോശയുടെ കാലം എന്ന് പറയുമ്പോൾ ആദമിൻ്റെ കാലം തുടങ്ങി മോശയുടെ കാലം വരെ ഈ നിയമം ഇല്ലെങ്കിലും അവിടെ എന്തുണ്ടായിരുന്നു?
ആ മരണം ആധിപത്യം പുലർത്തിയിരുന്നു, അല്ലേ? അവർ മരണത്തിന് അധീനരായിരുന്നു. പക്ഷേ ഈ നിയമം നൽകപ്പെട്ടിട്ടും ഈ നിയമം വഴി അവസരം കണ്ടെത്തി പാപം പിന്നെയും അവരിൽ പ്രവേശിച്ച് അവർ മരണത്തിന് ഇല്ല, അതിൻ്റെ ഫലമായി മരണം അവരിലുണ്ടായി. അപ്പോൾ ഈ നിയമത്തിനും സാധ്യമല്ലാതായി. അതാണ് ബലഹീനരായിരിക്കെ, അല്ലേ? മനുഷ്യർ ബലഹീനരായിരിക്കെ നിർണ്ണയിക്കപ്പെട്ട സമയത്ത് യേശുക്രിസ്തു മരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അവിടെയാണ് ആ ദൈവത്തിൻ്റെ കൃപ വരുന്നത്. അതാണ് ദൈവത്തിൻ്റെ കൃപ. ഇവിടെ പാപം നമ്മെ മരണത്തിലേക്ക് നയിക്കുമ്പോൾ ആ യേശു ക്രിസ്തുവിൻ്റെ കൃപ നമുക്ക് സമൃദ്ധമായി ലഭിക്കുകയാണ്. ഇതെങ്ങനെയാണ്? ആ യേശു ക്രിസ്തു ചെയ്ത ആ സുവിശേഷം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ സുവിശേഷം നമുക്ക് സമൃദ്ധമായി ലഭിക്കുന്നു, ഇല്ലേ? പാപത്തിലൂടെ നാം ശിക്ഷയിലേക്ക് പോകുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ സുവിശേഷത്തിലൂടെ ആ ദൈവത്തിൻ്റെ കൃപയിലേക്ക്, ആ ദൈവത്തിൻ്റെ നീതീകരണത്തിലേക്ക് നമ്മെ നയിക്കുന്നു, ഇല്ലേ? പാപമരണത്തിലേക്കാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്നു, നീതീകരണത്തിലേക്ക് നമ്മെ നീതീകരിക്കപ്പെടുന്നു. നാം ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി നമുക്ക് പാപം വഴി ശിക്ഷയ്ക്ക് കാരണമായെങ്കിൽ ഇവിടെ ഒരു മനുഷ്യൻ, യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ്റെ ആ പ്രവൃത്തി നമുക്ക് നിത്യജീവനിലേക്ക് നയിക്കുന്ന, നീതീകരണത്തിലേക്ക് നയിക്കുന്ന അതിന് കാരണമായി, അല്ലേ? ആ പ്രവൃത്തി, ആ യേശു ക്രിസ്തു എന്ന ആ മനുഷ്യൻ്റെ ഒരു പ്രവൃത്തി, അതാണ് പ്രവൃത്തി. ആ പ്രവൃത്തിയിലുള്ള വിശ്വാസമാണ് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, ഒരു മനുഷ്യൻ്റെ അനുസരണക്കേട് പാപത്തിലേക്ക് നയിച്ചപ്പോൾ ഒരു മനുഷ്യൻ്റെ അനുസരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്നു, അല്ലേ? ആ അനുസരണം, ആ യേശു ക്രിസ്തു അനുസരിച്ച് ചെയ്ത പ്രവൃത്തികൾ, അതാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ സുവിശേഷം, അത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്നു. നമുക്കറിയാം, മോശയുടെ കാലം വരെ നിയമത്തിന് കീഴിലല്ലായിരുന്നു, പക്ഷേ മരണം അവരുടെ മേലെ ആധിപത്യം പുലർത്തിയിരുന്നു. എന്നാൽ നിയമം വന്നപ്പോൾ പാപം വർദ്ധിക്കുകയാണ് ചെയ്തത്. യേശു ക്രിസ്തു വരുന്ന സമയത്ത് കണ്ട അവിടെ പാപം വർദ്ധിക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്താണ് ആ യേശു ക്രിസ്തുവിൻ്റെ കൃപ അവിടെ വർദ്ധിച്ചത്. അത് കൃപ അതിലേറെ വർദ്ധിച്ചു, മനസ്സിലായോ? ആ നിയമത്തിന് മുകളിലായിട്ട് നമ്മെ രക്ഷിക്കാനായിട്ട് ആ കൃപ വർദ്ധിച്ചു. ആ കൃപ ആ യേശു ക്രിസ്തു ചെയ്ത പ്രവർത്തികളാണ്, ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ് ആ കൃപ. ഇവിടെ നോക്ക്, ഈ പാപം ആധിപത്യം പുലർത്തുന്നത് മരണമായിട്ട് നമ്മൾ ആധിപത്യം പുലർത്തുമ്പോൾ ഈ ദൈവത്തിൻ്റെ കൃപ എങ്ങനെയാണ്? യേശു ക്രിസ്തുവിലൂടെ എന്ന് പറയുമ്പോൾ ആ സുവിശേഷത്തിലൂടെ, അല്ലേ? പാപത്തിലൂടെ മരണം ആധിപത്യം പുലർത്തുമ്പോൾ ഈ സുവിശേഷത്തിലൂടെ, യേശു ക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് ആധിപത്യം പുലർത്തും, അല്ലേ? നിത്യജീവനിലേക്കാണ് നാം ആധിപത്യം പുലർത്തുന്നത്. അപ്പോൾ ഈ സുവിശേഷം, അതാണ് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തി. അതിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. രക്ഷയിൽ നിന്ന് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണത്. ഇവിടെ നോക്ക്, നാം ബലഹീനരായി, പാപികളായി, എന്നിട്ട് ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് ഒരു പ്രവൃത്തി ഇവിടെ നൽകുന്നില്ല. ഇവിടെ നമുക്ക് എല്ലാ അവസാനിച്ചിട്ടാണ്. നിയമത്തിൻ്റെ കാവലും കഴിഞ്ഞു, നിയമം ഇല്ലാതിരുന്ന സമയവും കഴിഞ്ഞു. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കൃപയാണിപ്പോൾ. അതാണ് ഈ കൃപ. എന്താണ് അത്? അവൻ്റെ കുറിച്ചുള്ള സുവിശേഷമാണ്. നമ്മൾ ആ യേശു ക്രിസ്തുവിൻ്റെ ആ പ്രവൃത്തി വിശ്വസിക്കാതെ ഇവിടെ മനുഷ്യർ അതിൻ്റെ ഇടയ്ക്ക് കയറി യേശു ക്രിസ്തു അനുഷ്ഠിച്ച അവരെ സുവിശേഷ ഭാഗങ്ങളെടുത്ത് അവർ അതിനെ അനുകരിച്ചുകൊണ്ട് അവർ രക്ഷ നൽകുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ സുവിശേഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി, അല്ലേ? ആദമത്തിലൂടെ ഒരു പ്രവൃത്തിയിലൂടെ എല്ലാവരും മരണത്തിന് അധീനരായെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അപ്രവൃത്തി, അതാണ് പ്രവൃത്തി. നമുക്ക് ഇനി ഒരു പ്രവൃത്തിയുമില്ല. അതാണ് യേശു ക്രിസ്തു പറഞ്ഞത്, നമുക്കെന്ത് പ്രവൃത്തി? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, അല്ലേ? ഈ പ്രവൃത്തിയാണ്, അല്ലാതെ ഒരു അനുഷ്ഠാന പ്രവൃത്തികൾ ഒന്നും തന്നെ ഇല്ല. അതെല്ലാം യേശു ക്രിസ്തു നിർവഹിച്ചു. അതാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തി. യേശു ക്രിസ്തു എന്താണ് പറഞ്ഞത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റാവുന്നതാണ് എൻ്റെ ഭക്ഷണം, മനസ്സിലായോ? യേശു ക്രിസ്തു പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ ഇവിടെ ആരുണ്ട്? പുത്രനുണ്ട്, യേശു ക്രിസ്തു ഉണ്ട്. യേശു ക്രിസ്തു എല്ലാം പ്രവർത്തിക്കുന്നു. നമ്മൾ അത് വിശ്വസിക്കുക, അതാണ് നമ്മുടെ രക്ഷ. അല്ലാതെ പിതാവിൻ്റെ ഹിതം നമ്മൾ നിറവേറ്റാൻ പറ്റുമോ? ഇല്ല. അത് നിറവേറ്റാൻ വന്നത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു നിറവേറ്റിയ ആ പ്രവൃത്തികൾ എടുത്ത് നമ്മൾ വീണ്ടും അത് അനുകരിച്ച്, അതുകൊണ്ട് അല്ലേ, അതെന്തിനാണത്? നമ്മൾ ആ പുത്രൻ പ്രവർത്തിച്ച ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുക. അതാണ് ദൈവം പറഞ്ഞത്. ദൈവത്തിന് സ്വീകാര്യമായത് എന്താണ്? അല്ല, താൻ അയച്ചവനിൽ വിശ്വസിക്കുക. അതാണ്. ആരാണ് അയച്ചത്? യേശു ക്രിസ്തുവിനെ അയച്ചു, അല്ലേ? യേശു ക്രിസ്തു വിശ്വസിക്കുക.
യേശു ക്രിസ്തു ചെയ്ത പ്രവൃത്തികളിൽ വിശ്വസിക്കുക, അല്ലാതെ അതിനെ ആക്ട് ചെയ്യുക എന്നല്ല. നമ്മൾ വീണ്ടും നിയമങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുമ്പോൾ ഇവിടെ പ്രത്യേകം വെച്ചിട്ടുണ്ട് അല്ലേ, പാപം വർദ്ധിപ്പിക്കാൻ പ്രവേശനം ചെയ്തു. നമ്മൾ വീണ്ടും ഈ നിയമങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പാപം വർദ്ധിക്കും അല്ലേ. എല്ലാവർക്കും നിയമങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയില്ല. വീണ്ടും ഈ പാപം വർദ്ധിക്കുകയേ ഉള്ളൂ. അശുദ്ധിയോടെ നിയമങ്ങൾ മുഴുവൻ പാലിച്ച് ജീവിക്കാൻ ആർക്ക് കഴിയും അല്ലേ? ഒരൊറ്റ നിയമം തെറ്റുമ്പോൾ തന്നെ സകലതിലും തെറ്റുകയും ആ പാപം വർദ്ധിക്കുകയും വീണ്ടും നാം മരണത്തിലേക്ക് പോവുകയും ചെയ്യും.